KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അപമാനകരം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മർക്കസ് 35ാം വാർഷിക സമ്മേളനത്തിന് നാടും നഗരവും ഉണർന്നു, സന്ദേശയാത്രകൾക്ക് പ്രൗഢോജ്വല സമാപനം. സ്പെക്ട്രം അഴിമതി, CBI കുറ്റപത്രം സമർപ്പിച്ചു. വിവാദ പ്രസംഗം, കെ സുധാകരനെതിരായ കേസ് കോടതി എഴുതി തള്ളി. പാസ്പോർട്ട് കൈമാറി ഇറ്റാലിയൻ നാവികർ ഇനി നാട്ടിലേക്ക്. മർക്കസ് വിമർശകർ മഅദനി വിഷയത്തിൽ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഇന്ന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ. വാർത്തകൾ വിശദമായി. NDA ഭരണകാലത്ത് സ്പെക്ട്രം ലൈസൻസ് അനുവദിക്കുന്നതിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് 3 പ്രമുഖ സ്വകാര്യ ടെലികോം കമ്പനികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഭാരതി എയർടെൽ, വോഡഫോൺ, ഹച്ച് മാഗസ് എന്നീ കമ്പനികൾക്കെതിരെയാണ് 846 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന കേസിൽ CBI ജഡ്ജി OP സൈനി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചത്. മുൻ ടെലികോം സെക്രട്ടറി ശ്യം ഘോഷൽ, VAS മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ JR ഗുപ്ത എന്നിവരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. JR ഗുപ്തയെ 73ാം സാക്ഷിയായാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരി 14-ന് CBI കോടതി കേസ് പരിഗണിക്കും. കൊട്ടാരക്കരയിൽ മുൻ മന്ത്രി R ബാലകൃഷ്ണപിള്ളക്ക് UDF നൽകിയ സ്വീകരണത്തിലെ പ്രസംഗത്തിന്റെ പേരിൽ കണ്ണൂർ MP കെ സുധാകരനെതിരെ എടുത്ത കേസ് വിജിലൻസ് കോടതി തള്ളി. കേസിൽ CBI അന്വേഷണം നടക്കുന്നുണ്ടെന്നും അതിനാൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്നുമുള്ള റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസ് തള്ളാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും അന്വേഷണം തുടരണമെന്നുമുള്ള ഹർജിക്കാരൻ അഡ്വക്കേറ്റ് നെയ്യാറ്റിങ്കര P നാഗരാജിന്റെ ഹർജി കോടതി തള്ളി. ജഡ്ജിമാർ കൈക്കൂലി വാങ്ങിയതിന് സാക്ഷിയായിട്ടും വിവരം പോലീസിൽ നിന്ന് മറച്ചുവെച്ചുവെന്ന കുറ്റത്തിനാണ് അഴിമതി നിരോധന നിയമപ്രകാരം കെ സുധാകരനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 12-നാണ് കൊട്ടാരക്കരയിൽ കെ സുധാകരൻ വിവാദ പ്രസംഗം നടത്തിയത്. ഇടമലയാർ കേസിൽ സുപ്രീംകോടതി ശിക്ഷിച്ച മുൻ മന്ത്രി R ബാലകൃഷ്ണപിള്ളയെ പിന്തുണച്ച് നടത്തിയ യോഗത്തിൽ കെ സുധാകരൻ ജഡ്ജിമാർക്കെതിരെ വികാരഭരിതനായി സംസാരിക്കുകയായിരുന്നു. കടൽക്കൊലക്കേസിൽ പ്രതികളായ ഇറ്റാലിയൻ നാവികർക്ക് നാട്ടിലേക്ക് തിരിക്കാം. ഇന്ന് ഉച്ചയോടെ കൊല്ലം കോടതിയിൽ ഹാജരാക്കിയ നാവികരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിട്ടയച്ചു. ഇറ്റാലിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോടൊപ്പമാണ് നാവികർ കോടതിയിൽ ഹാജരായത്. ഹൈക്കോടതി ആവശ്യപ്പെട്ട 6 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൊല്ലം ധനലക്ഷ്മി ബാങ്കിന്റെ ഗ്യാരണ്ടിയാണ് നൽകിയിട്ടുള്ളത്. നാവികരുടെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ജനുവരി 15-ന് കൊല്ലം കോടതിയിൽ ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു. അതേസമയം നാവികരെ തിരിച്ചെത്തിക്കാമെന്ന് ഇറ്റാലിയൻ അംബാസഡർ എഴുതി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കോടതി നിർദ്ദേശിച്ച തീയതിയിൽ ഹാജരാകാമെന്ന് നാവികരും രേഖാമൂലം ഉറപ്പു നൽകേണ്ടതുണ്ടെന്ന് കോടതി അറിയിച്ചു. നാവികരെ നാട്ടിലേക്ക് അയക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ പ്രകടനം നടത്തി. പ്രവർത്തകർ ഇറ്റാലിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും നാവികർക്കുമെതിരെ കരിങ്കൊടി കാണിച്ചു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. അതിനിടെ പ്രതിഷേധ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെ ഇറ്റാലിയൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഇറ്റലി അയച്ച പ്രത്യേക വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും നാവികർ നാട്ടിലേക്ക് തിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിൽ പോകാൻ അനുവദിക്കണമെന്ന നാവികരുടെ ഹർജി പരിഗണിച്ചാണ് കോടതി വിധി.
ഡൽഹി കൂട്ടമാനഭംഗ കേസിൽ 2 പേർ കൂടി പോലീസ് പിടിയിലായി. ഉത്തർപ്രദേശിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി പിടികൂടിയ ഇവരിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള നടപടികൾ ഉള്ളതിനാൽ പിടിയിലായവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ബസ് ഡ്രൈവർ രാം സിംഗ്, ഇയാളുടെ സഹോദരൻ മുകേഷ്, ജിംനേഷ്യം ഇൻസ്ട്രക്ടർ വിനയ് ശർമ്മ, പഴക്കച്ചവടക്കാരനായ പവൻ, അക്ഷയ്, താക്കൂർ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത്. കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഡൽഹി പോലീസ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കും. സംഭവത്തിൽ സ്വമേധയാ ഇടപെട്ട ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടിയിരുന്നു. അതേസമയം പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. എന്നാൽ അപകടനില തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ല. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ വിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉമ്മ പടർത്തു. വൈജ്ഞാനിക വിപ്ലവത്തിന്റെ 35 വർഷങ്ങൾ. മർക്കസ് 35ാം വാർഷിക മഹാസമ്മേളനം 2013 ജനുവരി 4 മുതൽ 6 വരെ കോഴിക്കോട് മർക്കസ് നഗരിയിൽ. ഇന്ത്യയിലും വിദേശത്തുമായി 30-ൽ പരം ക്യാമ്പസുകൾ, 100ഓളം സ്ഥാപനങ്ങൾ. ജീവകാരുണ്യ മേഖലയിലെ മികവിന് അന്താരാഷ്ട്ര അംഗീകാരം. ഈ മാനവിക മുന്നേറ്റത്തിൽ പങ്കാളികളാവുക. മർക്കസ്, ഷേപ്പിംഗ് എ കൾച്ചർ. 35 years of educational revivalism and social empowerment. Marcus 35th Annual Conference and Convocation 2013, January 4th, 5th and 6th at Marcus Nagar, Calicut. More than 30 campuses and 100 institutions throughout India and abroad. International merit achievements and recognition for charity services. Be a part of this humanitarian movement. Marcus, shaping a culture. തീക്കനൽ പെയ്യും മാതാപിതാ മനമിൽ തോറ്റിടുന്നിവിടം മനസ്സുള്ളിലെ സ്നേഹം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മർക്കസ് 35ാം വാർഷിക 16ാം സന്നദ്ധദാന സമ്മേളനത്തിന് നാടും നഗരവും ഉണർന്നു. 14 ദിനങ്ങൾ കൂടി പിന്നിട്ടാൽ രാജ്യത്തെ ഏറ്റവും വലിയ മതബൗദ്ധിക കലാലയത്തിന്റെ വാർഷിക പരിപാടികളിലേക്ക് നാടൊന്നടങ്കം മിഴി തുറക്കും. ഈ മാസം 13-ന് സയ്യിദ് യൂസഫുൽ ബുഖാരി വയലത്തൂരിന്റെ നേതൃത്വത്തിൽ മംഗലാപുരത്തു നിന്നും സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തു നിന്നും പ്രയാണം ആരംഭിച്ച ഉത്തരമേഖല ദക്ഷിണമേഖല യാത്രകൾ ഇന്നലെ ആയിരങ്ങളെ സാക്ഷികളാക്കി മലപ്പുറം കുന്നുമ്മലിൽ സമാപിച്ചു. സംസ്ഥാനത്തെങ്ങും മർക്കസിന്റെ സന്ദേശവുമായി സഞ്ചരിച്ചാണ് ഇരു യാത്രകളും മലപ്പുറത്ത് സംഗമിച്ചത്. യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ നേരാനും ആശംസയർപ്പിക്കാനും സുന്നി കൈരളിയുടെ വൻ നേതൃനിരയും പ്രവർത്തകരും മലപ്പുറത്തേക്ക് ഒഴുകിയെത്തി. മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SYS ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആമുഖ പ്രഭാഷണം നടത്തി. സമസ്ത ഉപാധ്യക്ഷൻ സുലൈമാൻ മുസ്ലിയാർ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലേലി, സയ്യിദ് ഹബീബ് കോയ തങ്ങൾ തുടങ്ങി നിരവധി സയ്യിദരും പണ്ഡിതരും പരിപാടിയിൽ സംഗമിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ സാംസ്കാരിക സമൂഹത്തിന് ചേർന്നതല്ലെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മർക്കസ് സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം ന്യൂഗുസഹള്ളി മസ്ജിദ് പരിസരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാക്ഷരതയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന സമൂഹമായാണ് കേരളത്തെ വിലയിരുത്തുന്നത്. ഈ പുരോഗമന മുഖം നഷ്ടപ്പെടുകയാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, നിസാല പത്രാധിപർ സുലൈമാൻ സഖാഫി മാളിയേക്കൽ സംസാരിച്ചു. വെണ്ണക്കോട് യൂണിറ്റ് SSF-SYS സംഘടിപ്പിക്കുന്ന നസിഹ 2012 ദശദിന പ്രഭാഷണത്തിന്റെ 6ാം ദിവസമായ ഇന്ന് ലോകാവസാനം ചില അടയാളങ്ങൾ എന്ന വിഷയത്തിൽ ബഷീർ ഫൈസി വെണ്ണക്കോട് പ്രഭാഷണം നടത്തും. അലി സൈദിയുടെ അധ്യക്ഷതയിൽ അബൂബക്കർ സഖാഫി വെണ്ണക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ വൈകിട്ട് നടന്ന പ്രഭാഷണവേദിയിൽ റഹ്മത്തുള്ള സഖാഫി എളമരം ആരോഗ്യ ചിന്തകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. നാളെ വൈകിട്ട് 7 മണിക്ക് PSK മൊയ്തുബാക്കവി മാടവന പണം നീണം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. 25-ന് പ്രഭാഷണ പരമ്പര സമാപിക്കും.
SSF താമരശ്ശേരി ഡിവിഷൻ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നാളെ താമരശ്ശേരിയിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിവിഷൻ പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള കൌൺസിലേഴ്സ് മീറ്റ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് പരപ്പൻപോയിൽ റൌളത്തുൽ ഉലൂം മദ്രസയിൽ നടക്കും. സയ്യിദ് മഷ്ഹൂർ ആറ്റക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. SSF കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് CK റാഷിദ് ബുഖാരി വിഷയാവതരണം നടത്തും. നാളെ രാവിലെ 9 മണി മുതൽ താമരശ്ശേരി വ്യാപാര ഭവനിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മുഹമ്മദ് അലി സഖാഫി വള്ളിയാട്, അബൂബക്കർ സഖാഫി വെണ്ണക്കോട്, PV അഹമ്മദ് കബീർ, മജീദ് അരിയല്ലൂർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും. വൈകിട്ട് 4 മണിക്ക് കടവൂർ ജുമുഅ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി കാരാടിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SSF ദേശീയ ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി ഡിവിഷൻ പ്രഖ്യാപനവും സംസ്ഥാന ജനറൽ സെക്രട്ടറി K അബ്ദുൽ കലാം മാവൂർ പ്രമേയ പ്രഭാഷണവും നടത്തും. ധർമ്മപതാകേന്തുക എന്ന ശീർഷകത്തിൽ SYS സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായുള്ള പടയൊരുക്കം നാളെ 2 മണി മുതൽ താമരശ്ശേരി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ 2ാം ഘട്ടമായ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കോച്ചിംഗ് നൽകുന്ന പരിപാടിയിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, ജില്ലാ ED അംഗങ്ങൾ, മേഖലാ നിരീക്ഷകർ, മേഖലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ED ചീഫ് എന്നിവർ പങ്കെടുക്കണം. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അധ്യക്ഷത വഹിക്കും. സ്റ്റേറ്റ് പ്രവാസികാര്യ സെക്രട്ടറി സേദലവി മാസ്റ്റർ ചെങ്ങര ക്ലാസ് എടുക്കും. സയ്യിദ് ത്വാഹ സഖാഫി, GH റഹ്മത്തുള്ള സഖാഫി, TK അബ്ദുറഹ്മാൻ ബാഖവി തുടങ്ങിയവർ സംസാരിക്കും. മുക്കം ചെറുവാടിയിൽ നടക്കുന്ന 5ാമത് ദശദിന ഖുർആൻ പ്രഭാഷണത്തിന് ഇന്ന് തുടക്കമാകും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രഭാഷണ വേദിയിൽ ഷാഫി സഖാഫി മുണ്ടമ്പ്ര വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും. എരവന്നൂർ യൂണിറ്റ് SSF സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക കഥാപ്രസംഗവും മർക്കസ് സമ്മേളന പ്രചാരണവും ഈ മാസം 25-ന് വൈകിട്ട് 7 മണിക്ക് എരവന്നൂർ ഫാറൂഖ് മസ്ജിദ് പരിസരത്ത് നടക്കും. SSF സംസ്ഥാന സെക്രട്ടറി PV അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്യും. ജമാലുദ്ദീൻ സഖാഫി പ്രഭാഷണം നടത്തും. KCA കുട്ടി കൊടുവള്ളി കഥാപ്രസംഗം അവതരിപ്പിക്കും. മുണ്ടോട്ട് യൂണിറ്റ് SSF SYS സംയുക്താഭിമുഖ്യത്തിൽ മർക്കസ് സമ്മേളന പ്രചാരണവും ബുർദ ആസ്വാദനവും ഇന്ന് വൈകിട്ട് 7 മണിക്ക് പുള്ളന്നൂർ മുണ്ടോട്ട് മർഹൂം നാരകശ്ശേരി ഉസ്താദ് നഗരിയിൽ നടക്കും. ബുർദ സദസ്സിന് സ്വാദിഖ് അലി ഫാദിലി ഗൂഡല്ലൂർ നേതൃത്വം നൽകും. SYS ജില്ലാ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം മുഖ്യ പ്രഭാഷണം നടത്തും. പെരുവായിൽ കല്ലേരി CM വലുല്ലാഹി മെമ്മോറിയൽ ICC പ്രവർത്തക സമിതി അംഗങ്ങൾ, ICC റിലീഫ് സെൽ, ദഅ്വാ സെൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയുടെ മെമ്പർമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് ഇന്ന് പാഠശാല സംഘടിപ്പിക്കുന്നു. ICC ഓഡിറ്റോറിയത്തിൽ 7 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പ്രസിഡന്റ് KP ബീരാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ വിഷയം അവതരിപ്പിക്കും. ഇനി KMAC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക്. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുണരാം, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാം. ഗസ്റ്റ് ഡെസ്കിൽ ജാമിയ മർക്കസ് സഖാഫത്തി സുന്നിയ വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നമ്മോടൊപ്പം ചേരുന്നു. ഇനി KMAC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക്. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുണരാൻ, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാം. ഗസ്റ്റ് ഡെസ്കിൽ ജാമിയ മർക്കസ് സഖാഫത്തി സുന്നിയ വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിന് KMAC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. നന്ദി, ശുക്രാൻ. KMAC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക് 1-2 ചോദ്യങ്ങൾ അങ്ങേക്ക് മുമ്പിലേക്ക് വെക്കുന്നു. ഈ പുതിയ നൂറ്റാണ്ടിൽ സമുദായത്തിൽ ദിശാബോധം നൽകി മുസ്ലിം ഇന്ത്യയുടെ നായകൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിച്ചാലും. കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ
ഏറ്റവും പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ. ഒന്ന്, ഈ ഭൗതിക ലോകത്തിന് മൊത്തം സമാധാനം നൽകാൻ പര്യാപ്തമായ രീതിയിൽ വരും തലമുറയെ സജ്ജമാക്കുക എന്നതാണ്. നമ്പർ 2, വിശ്വാസികളായ ആളുകൾക്ക് പരലോക വിജയം സുനിശ്ചിതമാക്കാനുള്ള രീതിയിൽ അവരെ വളർത്തിയെടുക്കുക എന്നതുമാണ്. ഈ 2 വലിയ ലക്ഷ്യങ്ങളാണ് കാന്തപുരം ഉസ്താദും അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന പണ്ഡിത നേതൃത്വവും മർക്കസു സഖാഫത്തി സുന്നിയ എന്ന മഹത്തായ ഒരു പ്രസ്ഥാനം ലോകത്തിന് മുന്നോട്ട് വെച്ചതിലൂടെ വിഭാവന ചെയ്തത്. ഒരൊറ്റ കാര്യം വളരെ ഹ്രസ്വമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണക്റ്റിക്കട്ടിലെ ന്യൂ ടൗണിലെ സാൻഡി ഹുക്ക് സ്കൂളിൽ വെടിവെപ്പ് നടക്കുകയും 26 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 20 വയസ്സ് മാത്രമുള്ള ഒരു മുൻ വിദ്യാർത്ഥിയാണ് 5ഉം 6ഉം വയസ്സ് പ്രായമുള്ള ഈ കുട്ടികളെയും അധ്യാപകരെയും സ്കൂളിലെ സ്റ്റാഫിനെയും കൊന്നത്. ഇതിനെ പരാമർശിച്ചുകൊണ്ട് ലോക ജനതയെ അഭിസംബോധന ചെയ്ത ഒബാമ ലോകത്തോട് ചോദിച്ചു, എങ്ങനെ നമുക്ക് ഇത്തരം ഒരു പ്രവണത ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഒരു പെൺകുട്ടിയെ കുറെ പേർ കൂടി ബലാത്സംഗം ചെയ്തത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ്. ഈ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ അഭിസംബോധന ചെയ്ത ഷീലാ ദീക്ഷിത്, ഡൽഹിയിലെ മുഖ്യമന്ത്രി, അവര് ചോദിച്ചതും അതേ ചോദ്യമാണ്, എങ്ങനെ നമുക്ക് ഇത്തരം തിന്മകൾ ഇല്ലായ്മ ചെയ്യാനാവും? ഇതിനൊക്കെയുള്ള ഒരു മറുപടി വരും തലമുറക്ക് ദിശാബോധം നൽകുകയും ധാർമ്മിക അവബോധം അവരിൽ ഉണ്ടാക്കുകയും അങ്ങനെ കാര്യങ്ങളായി മനസ്സിലാക്കാനും ഗൗരവം നൽകേണ്ട കാര്യങ്ങൾക്ക് ഗൗരവം നൽകാനും മനുഷ്യനെ പാകമാക്കുക എന്ന വലിയ ഒരു ദിശാബോധം നൽകുന്ന പദ്ധതിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അതുപോലെ തന്റെ കൂടെയുള്ളവർ മർക്കസു സഖാഫത്തി സുന്നിയ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു നടപ്പാക്കിയതിലൂടെ ലക്ഷ്യമിടുന്നത്. അൽഹംദുലില്ലാഹ് ഇന്ത്യ രാജ്യത്തെ ഇതര സ്റ്റേറ്റുകളിലെ മുസ്ലിമീങ്ങളിൽ പലരും ഭീകരവാദത്തിന്റെ ഒക്കെ പിടിയിൽ അമരുകയോ ഏറ്റവും ചുരുങ്ങിയത് തീവ്രവാദികൾ എന്ന മുദ്രണത്തിന് അവർ അടിസ്ഥാനരഹിതമാണെങ്കിൽ പോലും അത്തരം ഒരു മുദ്രകുത്തപ്പെടലിന് അവർ കാരണമായി എങ്കിൽ കേരളത്തിലെ ഇസ്ലാമിക സമൂഹം അത്തരം ഒരു ആരോപണങ്ങൾക്കും ഈ അടുത്ത കാലം വരെ വിധേയരാകാതെ ലോകത്തിന് തന്നെ മാതൃകയായത് കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെയും മർക്കസു സഖാഫത്തി സുന്നിയ പോലെയുള്ള സ്ഥാപനങ്ങളുടെയും റോളാണ് വിളിച്ചു പറയുന്നത്. സമൂഹത്തിന് നൽകുന്ന ദിശാബോധമാണ് സമാധാനപ്രിയരായി നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പലരും ഇവിടെ വന്ന് കേരളീയ അന്തരീക്ഷവും നമ്മുടെ മർക്കസിന്റെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും സംഭാവനകളും നേരിട്ട് ആസ്വദിക്കുകയും കാണുകയും ചെയ്തപ്പോൾ അവരൊക്കെ പ്രകടിപ്പിച്ച ആഗ്രഹം, ഞങ്ങൾക്ക് ഇതുപോലത്തെ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ, ഇത്തരം സ്ഥാപനങ്ങൾ ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ. കാന്തപുരം ഉസ്താദിനോട് അവർ പറഞ്ഞു, അങ്ങ് അല്പസമയം ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. ഞങ്ങളുടെ തലമുറകളിൽ വരുന്ന യങ്ങർ ജനറേഷനിൽ സമാധാന പ്രിയർ കുറഞ്ഞു വരികയാണ്, കലാപതൽപരരാണ് വളർന്നു വരുന്ന സമൂഹം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ മാതാപിതാക്കളായി കാണാൻ, അധ്യാപകരെ അധ്യാപകരായി കാണാൻ, അതുപോലെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിനും അർഹിക്കുന്ന സ്ഥാനം നൽകുന്നവരായി മാറാൻ സമൂഹത്തെ പര്യാപ്തമാക്കേണ്ടതുണ്ട്. ഇതിന് അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് അവിടെയും ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങണം. അങ്ങയുടെ നേതൃത്വത്തിൽ ഇതുപോലത്തെ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടു വരണം. അതാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹം എന്ന് അവരൊക്കെ പറയുകയുണ്ടായി. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു വശാബോധം നൽകാൻ പറ്റിയ ഏക മോഡൽ കേരളത്തിലെ ഈ കാന്തപുരം മോഡലാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഈ മർക്കസ് മോഡലാണ് എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. മർക്കസും വിമർശകരും വിശദീകരിക്കാതെ തന്നെ ഉസ്താദിന് പൂർണ്ണമായും അറിയാം. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമർശകരുടെ മതം, ധാർമ്മികത, പ്രവാചക സ്നേഹം തുടങ്ങി
ഇവകളെ കുറിച്ചൊന്ന് വിശദീകരിച്ചാലും. ഈ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ നമ്മൾ കേരളീയരായ എല്ലാ വിഭാഗം ജനങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ വെറും രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, 2 ദിവസം മുമ്പ്, അഥവാ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ച ബാംഗ്ലൂരിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ജയിലിൽ കിടക്കുന്ന അബ്ദുൽ നാസർ മാദനിയെ മോചിപ്പിക്കണം എന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയും മറ്റും നടത്തിയതിന്റെ കൂടെ അതിനു മുമ്പായി തന്നെ മുഖ്യമന്ത്രിയെയും അതുപോലെ ആഭ്യന്തര മന്ത്രിയെയും കണ്ട് നിവേദനം നൽകിയപ്പോൾ കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന ആശയം എത്രമാത്രം മഹത്തരമാണ്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരുന്ന ആളാണ് മാദനി എന്ന കാര്യം പോലും അവിസ്മരിച്ചുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവന് വില നൽകണമെന്നും മനുഷ്യത്വപരമായ പരിഗണന അദ്ദേഹത്തിന് നൽകണമെന്നും പറയാനാണ് കാന്തപുരം ഉസ്താദ് ആ ദിവസം ചെലവാക്കിയതെങ്കിൽ, അതേ ദിവസം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പ്രസ്താവന നമ്മുടെ ചില പത്രങ്ങളിൽ കാണുകയുണ്ടായി. ആ പ്രസ്താവനയിൽ പറയുന്നത് കാന്തപുരത്തെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാമെന്നുമാണ് ഒരു വിഭാഗം വിമർശകർ പറഞ്ഞത്. ഇതിൽ നിന്ന് കാന്തപുരം എവിടെ നിൽക്കുന്നു, വിമർശകർ എവിടെ നിൽക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ രണ്ടാമത്തെ ഒരു കാര്യം കേരള ജനതക്ക് ഈ കാലം വരെ ലഭിക്കാത്ത ഏറ്റവും വലിയ ഒരു നേട്ടമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുഖേന ഷാറെ മുബാറക്ക് ലഭിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉസ്താദ് മുഖേന നമുക്ക് ഈ ലഭിച്ച ഭാഗ്യത്തെ നിത്യ വിശ്വാസികൾ മുഴുവൻ മഹാഭാഗ്യമായി കണ്ടപ്പോൾ നമ്മുടെ വിമർശകർ ചെയ്ത ഏറ്റവും വലിയ അക്രമം നമ്മളൊക്കെ മനസ്സിലാക്കുന്നതാണ്. കൂട്ടത്തിൽ അവർ കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിൽ ഇത്തരം ഒന്ന് ഉള്ളത് കാശ്മീരിലാണ് എന്നും അതുകൊണ്ട് തന്നെ കാശ്മീരിൽ ഇത്തരം ഒരു തിരുവേഷം ഉള്ള കാരണമാണ് അവിടെ ഭീകരവാദം വളരാൻ കാരണമായത് എന്നുപോലും, അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പക്കൽ നിന്ന് ഏത് വിധേനയും പിടിച്ചെടുത്ത് അദ്ദേഹത്തിൽ നിന്ന് അത് മാറ്റേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്, അദ്ദേഹത്തിൽ നിന്നത് നീക്കം ചെയ്യേണ്ടതാണ് എന്ന രീതിയിൽ വരെ നമ്മുടെ വിമർശകർ നമുക്കെതിരെ കേസ് കൊടുത്തു എങ്കിൽ വിശ്വാസപരമായി ഇവരുടെ സ്ഥാനം എന്താണ്, സാമൂഹികപരമായി ഇവരുടെ സ്ഥാനം എന്താണ്? ഇതൊക്കെ ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമേ ഞാൻ വിശേഷമായി പറയുന്നുള്ളൂ. നീതി നിഷേധത്തിന്റെ ജീവിക്കുന്ന ദൃഷ്ടാന്തമായി മഅദനി ജയിലറയ്ക്കുള്ളിലാണ്. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലോടെ പൊതുസമൂഹം ഒന്നുകൂടി ജാഗരൂകമായിരിക്കുന്നു. മഅദനിക്കെതിരെയുള്ള ഈ നീതി നിഷേധത്തെക്കുറിച്ച് അങ്ങയുടെ ഇടപെടൽ അഭിപ്രായം എന്താണ്? ഇപ്പോൾ കാന്തപുരം ഉസ്താദിനോട് കൂടെ കർണാടക മുഖ്യമന്ത്രിയെയും മഅദനിയെയും സന്ദർശിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങൾ ഒന്ന് വിശദീകരിച്ചാലും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, അതുപോലെ പൊന്മള ഉസ്താദ്, സുലൈമാൻ സക്കാഫി, മാളിയക്കൽ തുടങ്ങിയവരുടെ കൂടെ ഞാനും ബാംഗ്ലൂരിലെത്തുന്നത്. ഞങ്ങൾ ആദ്യമായി സന്ദർശിച്ചത് കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായ ആർ അശോകിനെയാണ്. 1/2 മണിക്കൂർ സമയം ഞങ്ങൾ അദ്ദേഹവുമായി മഅദനിയെ സംബന്ധിച്ച് സംസാരിച്ചു. മഅദനിക്ക് മനുഷ്യത്വപരമായ പരിഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ബഹുമാനപ്പെട്ട ഉസ്താദ് മന്ത്രിയുടെ ശ്രദ്ധയിൽ വളരെ ശക്തമായി തന്നെ കൊണ്ടുവന്നു. ആ വിശദീകരണമൊക്കെ കേട്ടപ്പോൾ മന്ത്രി വളരെ വ്യക്തമായി ഞങ്ങളോട് പറയുകയുണ്ടായി, യാതൊന്നും പേടിക്കേണ്ടതില്ല, ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് അദ്ദേഹം തീർത്തു പറയുകയുണ്ടായി. മാത്രമല്ല, അതിനുശേഷം കർണാടകത്തിലെ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടറിനെയും ഞങ്ങൾ ചെന്ന് കാണുകയുണ്ടായി. അദ്ദേഹത്തോടും
ഈ വിഷയത്തിന്റെ ഗൗരവം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു കണ്ണ് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുകയും രണ്ടാമത്തെ കണ്ണിന് കേവലം 15% മാത്രം കാഴ്ച നിലനിൽക്കുകയും ചെയ്യുന്നു. കിഡ്നിയുടെ അവസ്ഥ, 2 കിഡ്നികളും ഫെയിലായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല മൂക്കിലെ വ്രണം തലച്ചോറിനെ വരെ ബാധിക്കാൻ കാരണമാകും എന്ന് ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചു. അതിനൊക്കെ പുറമെ 90 വയസ്സുള്ള മാതാപിതാക്കൾ ആ മകന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെയായി. സ്വന്തം ഭാര്യയും മക്കളും അവര് നരകീയ ജീവിതം നയിക്കുകയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടൊരു ഹ്യൂമാനിറ്റേറിയൻ ബേസ്, മനുഷ്യത്വപരമായ ഒരു പരിഗണന നൽകി അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം അനുവദിക്കാനുള്ള നടപടികൾ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായ ചികിത്സ വളരെ പെട്ടെന്ന് തന്നെ ഉചിതമായ രീതിയിൽ ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്നും 2 മന്ത്രിമാരോടും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ സംഘം ആവശ്യപ്പെടുകയുണ്ടായി. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും വളരെയധികം അനുഭാവപൂർണമാണ് ഞങ്ങളോട് സംസാരിച്ചതും അവര് ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യക്തമായ തീരുമാനം എടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് അത് കഴിഞ്ഞാണ് ഞങ്ങൾ മാദനിയെ കാണാൻ വേണ്ടി സെൻട്രൽ ജയിലിലെത്തുന്നത്. അദ്ദേഹവുമായി അരമണിക്കൂറോളം സംസാരിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. അദ്ദേഹത്തിന് നമ്മുടെ വകയായി മന്ത്രിച്ച് പ്രത്യേകം അദ്ദേഹത്തിന്റെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്തു. ഈ കൂട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഉസ്താദിന്റെ വരവ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദ് ഇവിടെ നിന്ന് മാത്രമല്ല എപ്പോഴും ദുആ ചെയ്യണം എന്ന് പറയുകയുണ്ടായി. കേരളത്തിലെ വാർത്താ മീഡിയകൾ, കർണാടകത്തിലെ വാർത്താ മീഡിയകളെല്ലാം ഞങ്ങളുടെ ആ സന്ദർശനത്തിന് വളരെ വലിയ പ്രാധാന്യം കൽപ്പിച്ചതായിട്ടാണ് ഇന്നലെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നന്ദി. ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ KMIC ന്യൂസ് ടൈമിൽ പങ്കെടുക്കുന്നതിന് വളരെ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ നിങ്ങൾ ഈ അവസരം അനുവദിച്ചതിന് നിങ്ങൾക്കും അതുപോലെ മുഴുവൻ ശ്രോതാക്കൾക്കും എന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് ഏറ്റിത്തരുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അപമാനകരം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മർക്കസ് 35ാം വാർഷിക സമ്മേളനത്തിന് നാടും നഗരവും ഉണർന്നു. സന്ദേശയാത്രകൾക്ക് പ്രൗഢോജ്വല സമാപനം. സ്പെക്ട്രം അഴിമതി, CBI കുറ്റപത്രം സമർപ്പിച്ചു. വിവാദ പ്രസംഗം, K സുധാകരനെതിരായ കേസ് കോടതി എഴുതി തള്ളി. പാസ്പോർട്ട് കൈമാറി ഇറ്റാലിയൻ നാവികർ ഇനി നാട്ടിലേക്ക്. ഡൽഹി കൂട്ടമാനഭംഗം, 2 പേർ കൂടി പിടിയിൽ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.